സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊടിയിറക്കം. CPM സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് സമാപനം. വികസന രേഖയുടെ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയും. 1.25 ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുന്ന റെഡ് വോളണ്ടിയർ മാർച്ചും 2 ലക്ഷം പേർ അണിനിരക്കുന്ന ബഹുജന റാലിയും ആശ്രമം മൈതാനിയിലേക്ക് എത്തും. അതേസമയം CPIM സംസ്ഥാന സമിതി സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ സാധ്യതാ പട്ടികയിൽ യുവാക്കൾക്കും സ്ത്രീകൾക്കും മികച്ച പ്രാതിനിധ്യം എന്ന സൂചനയും വരുന്നുണ്ട്. പുതിയ സംസ്ഥാന കമ്മിറ്റിയെ തെരഞ്ഞെടുക്കാനുള്ള പാനൽ യോഗം ചേർന്നു. നിലവിലെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളാണ് യോഗം ചേർന്ന് പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുക. വിവരങ്ങളുമായി ഇപ്പോൾ കൊല്ലത്തെ സമ്മേളന നഗരിയിൽ നിന്നും VS അനു ചേരുകയാണ്. അനു, അവിടെ പാനൽ യോഗം നടക്കുകയാണ്. ആരൊക്കെയാണ് പുതിയ സമിതിയിലേക്ക് ഉണ്ടാവുക, ആരൊക്കെയാണ് ഒഴിവാക്കപ്പെടുക എന്നത് സംബന്ധിച്ച വാർത്തകൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ ഈ മണിക്കൂറിൽ? ലക്ഷ്മി, ഇപ്പോൾ സമ്മേളനം നടക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ഈ പറയുന്ന ഇപ്പോൾ സമ്മേളനം നടക്കുകയാണ്. പാനൽ ചർച്ച അടക്കം നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ CPIMന്റെ നിലവിലെ സംസ്ഥാന സമിതിയിൽ നിന്നും സെക്രട്ടറിയിൽ നിന്നും ഒഴിവുകൾ ഉണ്ടാകും. ആ ഒഴിവുകൾ ആരൊക്കെയാണ് വരുന്നത്, യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം എന്നതടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ പ്രായപരിധിയുടെ കാര്യത്തിലാണെങ്കിൽ AK ബാലൻ, PK ശ്രീമതി, NV ബാലകൃഷ്ണൻ, P നന്ദകുമാർ, NR ബാലൻ, MK കണ്ണൻ, ഗോപി കോട്ടമുറിക്കൽ, K വരദരാജൻ, P രാജേന്ദ്രൻ, S രാജേന്ദ്രൻ, ആനാവൂർ നാഗപ്പൻ എന്നിവരാണ് ഈ പ്രായപരിധിയുടെ കാര്യത്തിൽ സംസ്ഥാന സമിതിയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നത്. അവിടേക്ക് ആരൊക്കെ എത്തും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. ഇതിൽ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് ഉറപ്പായും ഇവിടേക്ക് എത്തുക ഇപ്പോൾ വയനാട് ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുത്ത K റഫീഖ്, VP അനിൽ, അദ്ദേഹം മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ്. KV അബ്ദുൽ ഖാദർ തൃശൂർ ജില്ലാ സെക്രട്ടറിയും, M രാജഗോപാൽ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയും, M മെഹബൂബ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയും. ഇങ്ങനെയാണ് ഈ ഇത്രയും ജില്ലാ സെക്രട്ടറിമാർ സ്വാഭാവികമായും സംസ്ഥാന സമിതിയിലേക്ക് വരും. ഇനി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരും. ഇനി ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ യുവാവും അല്ലെങ്കിൽ യുവാക്കൾക്കും സ്ത്രീകൾക്കും ഒക്കെ ഒരു പരിഗണന ഇത്തവണത്തെ കമ്മിറ്റിയിൽ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയം SFIയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂട്ടിയായിട്ടുള്ള K അനുശ്രീയുടെ പേര് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്താനുള്ള സാധ്യത പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതുകൂടാതെ തിരുവനന്തപുരത്ത് നിന്ന് പരിശോധിക്കുമ്പോൾ DK മുരളി, അദ്ദേഹം വാമനപുരം MLA ആണ്. അതുകൂടാതെ മഹിളാ അസോസിയേഷൻ നേതാവ് കൂടിയായിട്ടുള്ള SK പ്രീജ, അതുകൂടാതെ CIT സംസ്ഥാന സെക്രട്ടറി KS അൽകുമാർ എന്നിവരുടെ പേരുകൾ തിരുവനന്തപുരത്ത് നിന്നും ഈ പരിഗണിക്കുന്നു എന്ന് കേൾക്കുന്നതാണ്. അതുകൂടാതെ കൊല്ലത്ത് നിന്നാണെങ്കിൽ M നൌഷാദോ, അദ്ദേഹം ഇരവിപുരം MLA ആണ്. അതുകൂടാതെ ഏണസ്റ്റ് ഉൾപ്പെടെയുള്ളവയുടെ പേരുകൾ ഈ പറയുന്ന സംസ്ഥാന സമിതിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. SR അരുൺ ബാബു DFI സംസ്ഥാന ട്രഷററാണ്. ആലപ്പുഴയിൽ നിന്ന് PP ചിത്തരഞ്ജൻ CITU മത്സ്യത്തൊഴിലാളി നേതാവാണ്. അദ്ദേഹം ഇതുപോലെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. KH ബാബുജാൻ ആലപ്പുഴയിൽ നിന്ന് എത്താനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന DYFIയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജ്, അതുകൂടാതെ സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് എന്നിവരും ഈ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ യുവാക്കൾക്കും സ്ത്രീകൾക്കുമൊക്കെ മുൻഗണനയുള്ള ഒരു കമ്മിറ്റി തന്നെയാകും ഉണ്ടാവുക. പക്ഷെ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത് കൊല്ലം അക്ഷരാർത്ഥത്തിൽ ചുവന്നു തുടുക്കാൻ വേണ്ടി പോകുന്നു. രാവിലെ മുതൽ തന്നെ ആളുകൾ വിവിധ ജില്ലകളിൽ നിന്ന്, പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള ഇടങ്ങളിൽ നിന്ന്, നേരത്തെ നമ്മൾ കണ്ടതാണ്, പാലക്കാട് നിന്നും കണ്ണൂരിൽ നിന്നും വന്ന സഖാക്കൾ പാട്ടുപാടി മുദ്രാവാക്യം വിളിച്ച് 24 പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനത്തിന്റെ ആവേശത്തിലാണ് അവർ. 30 വർഷത്തിന് ശേഷമാണ് ദേശിക നാട് എന്നറിയപ്പെടുന്ന കൊല്ലത്ത് CPIMന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. നമുക്കറിയാം, വലിയ വിപ്ലവ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നാടാണ് കൊല്ലം. അതിപ്പോൾ കടക്കൽ വിപ്ലവമായിരുന്നാലും ഉൾപ്പെടെയുള്ള വലിയ സമരങ്ങൾ, കല്ലുമാല സമരത്തിനൊക്കെ വേദിയായ കൊല്ലം. 1952 നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകം നടന്ന തട്ടാശ്ശേരി ഇവിടെ നിന്ന് കിലോമീറ്ററുകൾ അപ്പുറമാണ്. അന്ന് ജൻവിത്ത മുതലാളിമാർ ഇതിനെയൊക്കെ തടയാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അതിൽ നിന്നൊക്കെ മാറി ഇന്ന് കൊല്ലം സഖാക്കൾ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ വരും. നമുക്ക് അവരുടെയൊക്കെ പ്രതികരണങ്ങൾ ചോദിക്കാം. എവിടെ നിന്നാണ് വരുന്നത്? സംസ്ഥാന സമ്മേളനം എങ്ങനെയാണ്, നിങ്ങളുടെ ആവേശം എങ്ങനെയാണുള്ളത്? വളരെ ആവേശത്തിലാണ്. കാരണം ഇത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാത്രം പറയാവുന്ന ഒരു ഇതാണ്. അതായത് 3 വർഷം കൂടുമ്പോഴുള്ള എല്ലാ തലത്തിലും സംഘടനയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി അതിൻ്റെ വീഴ്ചകൾ അത് പരിശോധിച്ച് അതിന് ഉതകുന്ന
തരത്തിലുള്ള വീഴ്ച പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നതിനുള്ള ഒരു പാർട്ടിയാണ്. അതിൻ്റെ ഒരു ആവശ്യം ഞങ്ങൾക്കുണ്ട്. അദ്ദേഹം പറഞ്ഞല്ലോ 3486 ബ്രാഞ്ച് സമ്മേളനങ്ങൾ, അതുകൂടാതെ 2444 ലോക്കൽ സമ്മേളനങ്ങൾ, 210 ഏരിയ സമ്മേളനങ്ങൾ, തുടർന്ന് 14 ജില്ലാ സമ്മേളനം. അതിനുശേഷം കൊല്ലത്ത് CPIM-ന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നു. ഇവിടെ നിന്നും നേരത്തെ പറഞ്ഞ പോലെ മധുരയിലേക്ക് പാർട്ടി കോൺഗ്രസ് 24ാം പാർട്ടി കോൺഗ്രസ് അടക്കം ഏതാണ്ട് സഖാക്കളൊക്കെ ഇവിടേക്ക് എത്തുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ്. ടൗൺ ഹാൾ, അതായത് കൊല്ലത്തെ ടൗൺ ഹാളാണ്. അതിനുശേഷം പൊതുസമ്മേളനം 1,00,000 പേർ, 25,000 പേർ പങ്കെടുക്കുന്ന റെഡ് വോളണ്ടിയർ മാർച്ചുണ്ട്. ഏതായിരുന്നാലും കൊല്ലത്തേക്ക് നിരവധി സഖാക്കൾ എത്തിക്കൊണ്ടിരിക്കുന്നു. കൊല്ലം അതിൻ്റെ എല്ലാ ആവേശത്തിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ സംഘങ്ങളായി ആണ് ഇവിടേക്ക് വിവിധ ജില്ലകളിൽ നിന്നുള്ള പാർട്ടി സഖാക്കളൊക്കെ എത്തുന്നത്. കൊല്ലം സംസ്ഥാന സമ്മേളനം അതിന് കൊടിയിറങ്ങാൻ വേണ്ടി പോകുമ്പോൾ സ്വാഭാവികമായും ആരാകും സംസ്ഥാന സെക്രട്ടറി എന്നടക്കമുള്ള ചർച്ചകൾ നടക്കുന്നു. ഏതായിരുന്നാലും അല്പസമയത്തിനകം നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലക്ഷ്മി, കുറച്ചുകൂടെ കഴിയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കൊല്ലം നഗരം നിറയുന്ന തരത്തിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പാർട്ടി പ്രവർത്തകർ, അനുഭാവികളൊക്കെ ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലക്ഷ്മി, അതിഗംഭീരമാക്കാനുള്ള ഒരുക്കങ്ങൾ, അവസാനവട്ട ഒരുക്കങ്ങളാണ് അവിടെ നടക്കുന്നത്. CPM സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനം അത്യന്തം വർണ്ണാഭമാക്കാനും അതിഗംഭീരമാക്കാനുമുള്ള അവസാനവട്ട ഒരുക്കങ്ങളാണ് അവിടെ നടക്കുന്നത്. പ്രായപരിധിയിൽ തട്ടി പുറത്തു പോകുന്നവർ AK ബാലൻ, PK ശ്രീമതി, NV ബാലകൃഷ്ണൻ, P നന്ദകുമാർ, NR ബാലൻ, MK കണ്ണൻ, ഗോപി കോട്ടമുറിക്കൽ, K വരദരാജൻ, P രാജേന്ദ്രൻ, S രാജേന്ദ്രൻ, ആനാവൂർ നാഗപ്പൻ എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ആരൊക്കെ പുതുതായി എത്തിച്ചേരും, ആരൊക്കെ ഒഴിവാക്കപ്പെടും എന്നതറിയാൻ തന്നെയാണ് കാത്തിരിക്കുന്നത്. എന്തായാലും MV ഗോവിന്ദന് തന്നെയാണ് സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള സാധ്യത എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. ഇനി അതിലും എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് വരും മണിക്കൂറുകളിലെ അറിയാൻ കഴിയുകയുള്ളൂ. പ്രേക്ഷകർ തുടരുക. അവിടെ നിന്നുള്ള ഓരോ വാർത്തയും അപ്പോൾ നമ്മൾ എത്തിക്കുന്നതായിരിക്കും. സമ്മേളന നഗരിയിൽ നിന്നും VS അനുവാണ് വിശദമായ റിപ്പോർട്ട് പങ്കുവച്ചത്.